എൻ്റെ പേര് ആനന്ദ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളൊരു വീട് വെച്ചിട്ട് എൻ്റെ സ്ട്രക്ചറുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യണം എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പല വീടുകളിലും പിന്നെ ഭംഗിയുള്ള മറ്റ് ഇൻ്റർനെറ്റ് സൈറ്റുകളിലൊക്കെ ഇത് കണ്ടിട്ട് അപ്പോൾ ഞങ്ങളുടെ അപ്രോച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം തീരുമാനിച്ച ഒരു ബഡ്ജറ്റ് നമുക്ക് ഫിക്സ് ചെയ്യണം. നമ്മളിതിന് ഇത്ര രൂപയെ നമ്മൾ ഇൻറ്റീരിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനെ കാണുന്നതും അപ്പോൾ അപ്രോച്ച് നമുക്കൊരു ഡിഫറൻസ് തോന്നി. അവർ നമ്മളെ ആദ്യം തന്നെ നമ്മളെ ഒരു കളർ തീമൊക്കെ കൊണ്ടുവന്ന് നമ്മളെ കാണിച്ച് നമ്മുടെ ഇഷ്ടം നോക്കിയിട്ട് അവർ നമ്മൾക്ക് ഏത് കളർ തീംസാണ് നമുക്ക് ഇഷ്ടമുള്ളത് അവർ നമ്മളെ കൊണ്ട് ചോദിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസൈൻ എന്താണോ അത് തന്നെ നമുക്ക് ഇവിടെ വീട്ടിൽ കാണണം. രണ്ട്, നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ, നമുക്ക് ബഡ്ജറ്റ് അൺലിമിറ്റഡ് ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ സ്ട്രക്ചർ കഴിഞ്ഞ് ഒറ്റ കൺസ്ട്രക്ട് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് എന്നാണ്. നമ്മുടെ പാലുകാച്ചിന് വന്നവരായാലും എല്ലാവരും നല്ല ഒപ്പീനിയനാണ് പറഞ്ഞത്. എല്ലാവരും കണ്ടപ്പം ഒരു വാവ് ഫീലിംഗ് ആയിരുന്നു. അത് തന്നെയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചതും. ഈ 3 മുറി നല്ല ഒരു ക്ലാസ് ലുക്കിൽ ആക്കിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കാണാൻ ഭംഗിയുള്ള സാധനങ്ങൾ ഉണ്ടാവണമെന്നല്ലാതെ മെറ്റീരിയൽ ലെവലിലുള്ളൊരു നോളജ് ഡെപ്ത് നമുക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ഇവർ നമ്മളെ വളരെ സഹായിച്ചു. ഇവർ ആ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് ഓരോ മെറ്റീരിയലും കാണിച്ചിട്ട് ഏത് മെറ്റീരിയലാണ് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കേണ്ടത്, ഏത് തരം സാധനങ്ങളാണ് നമ്മൾ ലിവിങ് റൂമിൽ സെറ്റ് ചെയ്യേണ്ടത്, തന്നെയല്ല അതിൻ്റെ മറ്റ് ആസ്പെക്ട്സും ഉണ്ടായിരുന്നു. അതായത് കിച്ചൺ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഏതൊക്കെ സാധനങ്ങൾ എവിടെ വരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ട് പിന്നെ അതിൻ്റെ ഡിസൈൻ എലിമെൻറ്റ്സും അതിൻ്റെ റിസൾട്ട്സും എല്ലാം നമ്മളെ കാണിച്ചു. പിന്നെ നമ്മുടെ അഭിപ്രായങ്ങൾക്കെല്ലാം നല്ല പ്രാധാന്യം കൊടുത്തു. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഇത് ഒരുപാട് ഇറ്ററേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ഫൈനലൈസ് ചെയ്യുന്നത്. ഈ സ്ട്രക്ചർ കഴിഞ്ഞ ആ പോയിന്റിൽ മുതൽ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനെ കൊണ്ടുവന്ന് ഈ എൻറ്റയർ പ്ലാൻ അവരെ കാണിച്ച് എന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് റീവർക്കൊക്കെ നമുക്ക് ഒഴിവായി. ഇതിൻ്റെ എല്ലാ സാധനങ്ങളും അവർ ഫുള്ളി ഫിക്സ്ഡ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ട് അധികം സമയമൊന്നും എടുത്തില്ല. 2-3 ഡേയ്സ് കൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വന്നു. എനിക്ക് തോന്നുന്നു അവർ ഒരു ഫാക്ടറി സെറ്റിങ്സിൽ ഈ എല്ലാ സാധനങ്ങളും അസംബിൾ ചെയ്തിട്ട് ഫൈനൽ ഫിറ്റിങ്സ് മാത്രമേ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഗുണം വെച്ചാൽ നമ്മൾ ഈ വീട് വെച്ച് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു ടൈം ക്രഞ്ച് ഉണ്ടായിരുന്നു. അത് ഇന്ന സമയത്തിനകത്ത് അത് തീർക്കണം. കാരണം പാലുകാച്ചൊക്കെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ ആ ഒരു ഫാക്ടറിയിൽ ഒരു 80-90% അസംബിൾഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്നു. വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവരത് വെച്ച് തീർക്കുന്നു. അപ്പോൾ അതൊക്കെ ഇവരുടെ വർക്കിൽ വളരെ ഡിഫറൻസ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ പല സ്ഥലങ്ങളും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഞങ്ങളുടെ കൂടെ ആ സമയത്ത് വീട് വെച്ച ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പല ഇൻറ്റീരിയർ ഡിസൈൻ കേസുകളിലും സമയം ഒരു പ്രശ്നമാണ്. ഈ പറഞ്ഞ ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസിൻ്റെ എല്ലാ സജഷൻസ് തരുന്നത്, ടൈൽ വർക്ക് ചെയ്യുന്നത് ഏത് മെറ്റീരിയൽ, നാനോ വൈറ്റ് ഉപയോഗിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇന്ന ടൈൽ ഉപയോഗിക്കണം, ഇന്ന ബ്രാൻഡ്, ഇന്ന ഡിസൈൻ, അതെല്ലാം ഇൻപുട്സ് അവർ തന്നു. അപ്പോൾ അവരുടെ വർക്ക് അവരുടെ ആ കോർ ഇൻറ്റീരിയർ അത് ഗ്രാനൈറ്റ് അല്ലാതെ വേറൊരു ഓപ്ഷൻ എന്നുള്ളതിൽ നമുക്ക് പറഞ്ഞു തന്ന ഒരു ബ്രാൻഡാണ് നാനോ വൈറ്റ്. അത് നമുക്ക് ഇത്രയും നാൾ യൂസ് ചെയ്തതിൽ നല്ല ഓക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ. അതുപോലെ തന്നെ എല്ലാ മറ്റും ഇപ്പം പ്ലംബിംഗ് ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും ഈ വർക്കിൻ്റെ എല്ലാ ഇടയിലും ഞാൻ ഇവരെ വിളിക്കുന്നുണ്ട്. അതങ്ങനെ ചെയ്യട്ടെ, ഇതിങ്ങനെ ചെയ്യട്ടെ. അപ്പോൾ ആ സമയത്തെല്ലാം അവരത് വളരെ കോപ്പറേറ്റീവായിട്ട് ചെയ്തു. അത് അങ്ങനെയുള്ള അതൊക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് റീവർക്ക് നമുക്ക് ഒഴിവായിട്ടുണ്ട്. ഈ പടത്തിൽ കാണുന്ന മേശപ്പുറത്തിരിക്കുന്ന ഒരു സ്പൂണാണെങ്കിലും അത് നിങ്ങൾ അതിൻ്റെ ഫൈനൽ വർക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ അത് അതിൽ കാണണം. ആ ഒരു ആസ്പെക്റ്റിലും ഈ പുള്ളി എനിക്ക് ഓർമ്മയുണ്ട്. വർക്ക് ഫിനിഷ് ചെയ്യുന്ന ദിവസം ഈ വീഡിയോസ് എല്ലാം കൊണ്ട് അറേഞ്ച് സെറ്റ് ചെയ്തിട്ട് ചേട്ടാ ഇത് തന്നെയല്ലേ നമ്മുടെ പടത്തിൽ കണ്ടത്. അപ്പോൾ അത് എക്സാക്ട്ലി അത് തന്നെയാണ്. ഈവൻ കളർ വരെ നമ്മൾ പറഞ്ഞ ആ കളറിന് ചെറിയ മാറ്റം വന്നപ്പോൾ പോലും പുള്ളിക്ക് വിളിച്ച് ചോദിച്ചു, ചേട്ടാ ആ ചെറിയ മാറ്റം ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട്, അത് കുഴപ്പമുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫാബ്രിക് മാറ്റാം എന്നൊക്കെ പറഞ്ഞു. അപ്പം എല്ലാത്തിലും നമുക്കതൊരു മ്യൂച്വലായിട്ട് പോയി. ഓവറോൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ റിസൾട്ടും. അപ്പം നമ്മുടെ വീട്ടിൻ്റെ പാലുകാച്ച ഫംഗ്ഷനിലൊക്കെ വന്ന ആളുകളെല്ലാം വളരെ അപ്രീഷിയേറ്റീവ് ആയിരുന്നു. അപ്പോൾ അതാണ് ശരിക്കും നമ്മുടെ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈൻ എന്നുള്ളത് ഇറ്റ്സ് ഓൾ അബൌട്ട്
പ്രസൻറ്റിങ് യുവർ എൻ്റയർ വർക്ക്. അവരെ നമുക്ക് ആർക്കും നമുക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ്.